വിശദമായ വാർത്തകളിലേക്ക്. കൊച്ചിയിൽ നടി ആക്രമണത്തിനിരയായ സംഭവത്തിൽ നടി കാവ്യയും അമ്മ ശ്യാമളയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനിടയിൽ കാവ്യ പലതവണ പൊട്ടിക്കരഞ്ഞതായാണ് വിവരം. കാവ്യ മാധവനെയും അമ്മ ശ്യാമളയെയും ഇന്ന് രാവിലെ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ചോദ്യം ചെയ്തത്. 3.5 മണിക്കൂറോളം അന്വേഷണ സംഘം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനാൽ അന്വേഷണ സംഘത്തിൽ തന്നെയുള്ള വനിതാ പോലീസ് അടക്കമുള്ള മറ്റൊരു വിഭാഗമാണ് കാവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ചത്. എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ കൂടാതെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെയും കാവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ചതാണ് വിവരം. ദിലീപിന്റെ കസ്റ്റഡി കാലാവധി തീർന്ന് നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കേണ്ടതിനാൽ കാവ്യയുടെയും ദിലീപിന്റെയും മൊഴികളിലെ വൈരുദ്ധ്യം തിരിച്ചറിയുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശ്യം. ചോദ്യം ചെയ്യൽ വേളയിൽ കാവ്യ പലതവണ പൊട്ടിക്കരഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം. കാവ്യ മാധവന്റെ ഒരു അടുത്ത ബന്ധുവിനോട് അടുത്ത ദിവസം ഹാജരാകുവാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാവ്യയുടെയും അമ്മയുടെയും മൊഴികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തതിനു ശേഷം അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ഡെസ്ക്. നടൻ ദിലീപുമായി ഉണ്ടായിരുന്ന ചില ഭൂമി ഇടപാടുകളാണ് തനിക്കെതിരായ അതിക്രമത്തിന് കാരണമായതെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് ആക്രമിക്കപ്പെട്ട നടി രംഗത്ത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട നടനുമായി തനിക്ക് യാതൊരു വിധത്തിലുമുള്ള ഭൂമി ഇടപാടുകളും ഇല്ലെന്ന് നടി വ്യക്തമാക്കി. ഇത്തരമൊരു വാർത്ത പ്രചരിക്കുന്നത് നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിലും അതിൽ വാസ്തവമില്ലാത്തതിനാൽ വാർത്ത സ്വയം ഇല്ലാതാകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇപ്പോഴും വാർത്ത പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിശദീകരണമെന്നും നടി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദിലീപ് അറസ്റ്റിലായതിനു ശേഷം ആദ്യമായാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ പ്രതികരണം വരുന്നത്. തന്നെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടനുമായി തനിക്ക് യാതൊരു വസ്തു പണം ഇടപാടുകളും ഇല്ലെന്ന് നടി പറയുന്നു. മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പിലൂടെയാണ് നടി ഇക്കാര്യം പറഞ്ഞത്. പോലീസിനോട് ഒരാളുടെ പേര് പോലും താൻ പറഞ്ഞിട്ടില്ലെന്നും ചാനലിൽ വന്നിരുന്ന് വിശദീകരിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഇത്തരമൊരു കുറിപ്പ് പുറത്തിറക്കുന്നതെന്നും നടി പറഞ്ഞു. ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ താൻ പോസ്റ്റ് ചെയ്തതല്ലെന്നും തനിക്ക് ട്വിറ്റർ, ഫേസ്ബുക്ക് അക്കൗണ്ടുകളില്ലെന്നും നടി പറഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ മറ്റുള്ളവരെ പോലെ ഞാനും ഞെട്ടലോടെയാണ് കാണുന്നത്. ഫെബ്രുവരി 17 നടന്ന സംഭവത്തിന്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. അന്ന് നടന്ന സംഭവങ്ങൾ എല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം ശരിയായ ദിശയിലാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഞാനും നടനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. എന്നാൽ പിന്നീട് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. പിന്നീട് ആ സൗഹൃദം ഇല്ലാതാകുകയും ചെയ്തു. ആ വ്യക്തിയുടെ അറസ്റ്റുമായുള്ള വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴും തെളിവുകളെല്ലാം ആ വ്യക്തിക്ക് എതിരാണെന്നാണ് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അറിയാൻ കഴിഞ്ഞത്. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് വ്യക്തി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പുറത്തു വരണമെന്ന് താനും ആഗ്രഹിക്കുന്നുവെന്നും നടി പറഞ്ഞു. ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും എത്രയും പെട്ടെന്ന് തെളിയട്ടെ എന്നും നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും നടി വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്നും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നും ആത്മാർത്ഥതയോടെ കൂടി ആഗ്രഹിക്കുന്നുവെന്നും പ്രാർത്ഥിക്കുന്നുവെന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടാണ് നടി വാർത്താക്കുറിപ്പ് അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. കൊച്ചിയിൽ ആക്രമണത്തിനിരയായ നടിയുടെ പേര് ഫേസ്ബുക്കിലൂടെ പരാമർശിച്ച സംഭവത്തിൽ പോലീസ് നടൻ അജു വർഗീസിന്റെ മൊഴിയെടുത്തു. സംഭവത്തിൽ അജുവിന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. വിശദമായ പരിശോധനയ്ക്കായി ഫോൺ ഫോറൻസിക് വിദഗ്ധർക്ക് കൈമാറും. അതേസമയം കുറ്റകൃത്യം ബോധ്യപ്പെട്ടാൽ അജുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഗൂഢാലോചന കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ദിലീപിനെ തൃശൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ദിലീപും പൾസർ സുനിയും കൂടിക്കാഴ്ച നടത്തിയ കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബ്ബ്, ജോയ്സ് പാലസ് ഹോട്ടൽ, ഗരുഡ ഹോട്ടൽ എന്നിവിടങ്ങളിലാണ് ദിലീപിനെ ഇന്നെത്തിച്ചത്. വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ കനത്ത പോലീസ് കാവലിലാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. അതേസമയം കോന MLA അൻവർ സാദത്തിനെതിരെ ഡിവൈഎഫ്ഐ പരാതി നൽകി. നടിയെ ആക്രമിക്കാൻ ഗോവയിൽ വെച്ച് പൾസർ സുനി ആദ്യം പദ്ധതിയിട്ടിരുന്നതായി പോലീസ്. ഹണി ബീറ്റു എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് ആക്രമിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ നടി ഗോവയിൽ ഏറെ ദിവസം ഇല്ലാത്തതുമൂലം പദ്ധതി പാളുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുടുക്കിയതാണെന്ന് സഹോദരൻ അനൂപ്. ഇതിനുവേണ്ടി തയ്യാറാക്കിയത് സിനിമാ തിരക്കഥയെ വെല്ലുന്ന സ്ക്രിപ്റ്റാണെന്നും അനൂപ് പറഞ്ഞു. വാർത്തകൾ തുടരുന്നു. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് സഹോദരൻ RLV രാമകൃഷ്ണൻ. ഇതിൽ ദിലീപിന്റെ പങ്കും അന്വേഷിക്കണം. ഭൂമി ഇടപാടുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കണമെന്നും രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ദിലീപ് പൾസർ സുനിക്ക് നൽകിയ ആദ്യ കൊട്ടേഷൻ വൈകാൻ കാരണം സുനിയുടെ മോഷണ കേസ്. 2014 കോട്ടയത്ത് ബസ്സിനുള്ളിൽ വെച്ച് യാത്രക്കാരന്റെ പണം കവർന്ന കേസിൽ 1 വർഷത്തോളം പൾസർ സുനിക്ക് ഒളിവിൽ കഴിയേണ്ടി വന്നു. ബസ്സിൽ വെച്ച് കുരുമുളക് സ്പ്രേ ചെയ്ത് യാത്രക്കാരന്റെ 4 ലക്ഷം രൂപ കവർന്നതായിരുന്നു കേസ്.
2013 നടിയെ ആക്രമിക്കാൻ ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയിരുന്നെങ്കിലും മോഷണക്കേസിൽ ഉൾപ്പെട്ട് ജയിലിലായതിനാലാണ് പദ്ധതി 4 വർഷം വൈകിയത്. 2014 കോട്ടയത്ത് ബസ്സിനുള്ളിൽ വെച്ച് യാത്രക്കാരന്റെ പണം കവർന്ന കേസിൽ 1 വർഷത്തോളം പൾസർ സുനിക്ക് ഒളിവിൽ കഴിയേണ്ടി വന്നു. പാലായ്ക്കടുത്ത് കിടങ്ങൂരിൽ KSRTC ബസ്സിൽ വെച്ച് കുരുമുളക് സ്പ്രേ ചെയ്ത് യാത്രക്കാരന്റെ 4 ലക്ഷം രൂപ കവർന്നതായിരുന്നു കേസ്. പോലീസ് ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. ഇതേ തുടർന്ന് ഏറെ നാൾ സുനി കോയമ്പത്തൂരിൽ ഒളിവിലായിരുന്നു. പിന്നീട് കോടതിയിൽ കീഴടങ്ങേണ്ട സാഹചര്യവും ഉണ്ടായി. ആ കേസുമായി ബന്ധപ്പെട്ട് എല്ലാത്തിൽ നിന്നും 1.5 വർഷത്തോളം സുനിക്ക് മാറി നിൽക്കേണ്ടിയും വന്നു. ഇതാണ് ദിലീപിന്റെ കൊട്ടേഷൻ വൈകാൻ കാരണം. സിനിമാ മേഖലയിൽ സജീവമായി രംഗപ്രവേശം നടത്താൻ വൈകിയതും ഇതു കാരണമാണ്. പിന്നീട് ജോർജ് ഏട്ടൻസ് പൂരം ലൊക്കേഷനിൽ വെച്ച് 2016 കൊട്ടേഷൻ പുതുക്കുന്നത്. തൃശൂരിലെ ടെന്നീസ് ക്ലബ് ലൊക്കേഷനിൽ വെച്ച് കൊട്ടേഷൻ ഉറപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്. നടിയെ ആക്രമിച്ച കേസിൽ കേസന്വേഷണവും തെളിവെടുപ്പും പുരോഗമിക്കുന്നതിനിടെ ദിലീപിന്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ ദുബായിലെത്തി. ഒരു ജുവലറിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനാണ് മഞ്ജു എത്തിയത്. റാസൽ ഖൈമയിലും അജ്മാനിലും ജുവലറി ഷോറൂം ഉദ്ഘാടന വേളയിൽ മഞ്ജു വാര്യർ പങ്കെടുത്തു. രാത്രിയോടെ മഞ്ജു നാട്ടിലേക്ക് മടങ്ങി. മുന്നണി മാറ്റ സൂചനകൾ നൽകി JDU നേതാക്കൾ. ഈ വർഷം അവസാനത്തോടെ LDF-ലേക്ക് എത്തിയേക്കും. UDF-ന്റെ ഭാഗമായതിനു ശേഷം നഷ്ടങ്ങൾ മാത്രമെന്ന പാർട്ടി വിലയിരുത്തൽ. UDF വിടണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ നാളുകളായി JDU-വിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ഉന്നയിച്ചു വരികയായിരുന്നു. സംഘപരിവാറിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ സഖ്യത്തെയാണ് സൂചിപ്പിച്ചതെന്ന് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ശ്രേയംസ് കുമാർ പ്രതികരിച്ചു. ആരും മുന്നണി വിടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി JDU തിരിച്ചുവരാൻ തയ്യാറായാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കോടിയേരിയും പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനം തിങ്കളാഴ്ച മുതൽ പരിമിതപ്പെടുത്താൻ തീരുമാനിച്ച ഒരു വിഭാഗം മാനേജ്മെന്റുകൾ. നഴ്സുമാർ 17 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് മാനേജ്മെന്റുകളുടെ ഈ തീരുമാനം. നഴ്സുമാരുടെ പുതിയ വേതന വർധനവ് താങ്ങാൻ സാധിക്കില്ലെന്നും ഇത് രോഗികൾക്ക് ചെലവേറുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ വ്യക്തമാക്കി. അസോസിയേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇന്ത്യയ്ക്ക് കീഴിൽ വരുന്ന സ്വകാര്യ ആശുപത്രികളാണ് തിങ്കളാഴ്ച മുതൽ ആശുപത്രികളുടെ പ്രവർത്തനം ഭാഗികമാക്കി പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചത്. അത്യാഹിത വിഭാഗത്തിന്റെയും OPയുടെയും പ്രവർത്തനം കുറയ്ക്കും. പുതിയ രോഗികൾക്ക് കിടത്തി ചികിത്സ അനുവദിക്കില്ല. നഴ്സുമാർ ഈ മാസം 17 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് മാനേജ്മെന്റുകളുടെ തീരുമാനം. MI സഹദുള്ള. സ്ട്രൈക്കിന് പോയാൽ ഇപ്പോ ഈ ഡെങ്കിയും എല്ലാം വരുന്ന കേസസ് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള എമർജൻസിയും എല്ലാം കുറച്ച് എമർജൻസീസ് എല്ലാമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഫംഗ്ഷനേ നടക്കുള്ളൂ. നിലവിൽ IRC ശുപാർശ പ്രകാരമുള്ള നഴ്സുമാരുടെ വേതന വർധനവ് ആശുപത്രികൾക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ്. പുതിയ ശമ്പളം നടപ്പാക്കുന്നത് മുതൽ രോഗികൾക്ക് ചികിത്സ ചിലവേറിയതാകുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറയുന്നു. ഈ 56% എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതാണ്. ഹോസ്പിറ്റൽസിനും എല്ലാവർക്കും വരുന്ന ലോസ് തന്നെ വളരെ കൂടുതലായിരിക്കും. പബ്ലിക്കിന് ഭയങ്കരമായിട്ട് ഹെൽത്ത് കെയർ കോസ്റ്റ് കൂടും. 70 മുതൽ 80% നഴ്സുമാരും സമരത്തിൽ പങ്കാളികളാകുമെന്നാണ് സൂചന. നഴ്സുമാർ സമരം തുടർന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ വലയും. ഇത് ആശുപത്രികളുടെ പ്രവർത്തനം അവതാളത്തിലാക്കുമെന്നും അടച്ചുപൂട്ടലിലേക്ക് നയിക്കുമെന്നുമാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓണത്തോടനുബന്ധിച്ച് ആകർഷക ഓഫറുകളുമായി വേൾപൂളിന്റെ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ എന്നിവ വിപണിയിലേക്ക്. നിലവാരം പുലർത്തുന്ന ഭംഗിയാർന്ന രൂപകൽപ്പനയും ചേർന്ന പ്രീമിയം ഉൽപ്പന്നങ്ങളാണ് വേൾപൂൾ ഇക്കുറി ഓണവിപണിയിലെത്തിക്കുക. സിനിമാ താരം പ്രയാഗ മാർട്ടിൻ ബ്രാൻഡ് അംബാസിഡർ ആകുന്ന ലൈറ്റ്സ് ഓണം എന്ന ആകർഷക പ്രചാരണ പരിപാടികളോടെയായിരിക്കും ഉൽപ്പന്നങ്ങളും രംഗപ്രവേശം ചെയ്യുകയെന്നും വേൾപൂൾ ഓഫ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ സുനിൽ ഡിസൂസ പറഞ്ഞു. സെപ്റ്റംബർ 10 വരെയാണ് ലൈറ്റ് ഓണം ഓഫർ. ആഗോള സാങ്കേതിക വിദ്യകൾക്ക് അനുസൃതമായി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുന്നതിനാണ് വേൾപൂൾ ശ്രദ്ധിക്കുന്നതെന്നും സുനിൽ ഡിസൂസ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.